വെൽക്കം ബാക്ക് ടു എ ന്യൂ വ്ലോഗ്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സിമ്പിളിൻ്റെ അൾട്രയായിട്ടാണ്. സിമ്പിളിൻ്റെ ടോപ്പ് എൻഡ് മോഡലായ സിമ്പിൾ അൾട്രയായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എടുത്തിട്ട് ഏകദേശം ഒരു 10-25 ദിവസമായിട്ടുണ്ട്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര ലേറ്റ് ആയത്. ഇതിനെക്കുറിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയ്തർ 450 പോലൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓവറോൾ ഒരു ലുക്കൊക്കെ എന്ന് പറയുമ്പോൾ. പിന്നെ നമ്മുടെ ഓല S1 X+ ഇതാ അവിടെ ഇരിപ്പുണ്ട്. അത് ഏകദേശം ഒരു 25,000 കിലോമീറ്റേഴ്സ് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. സോ ബാക്ക് ടു ദ പോയിന്റ്, ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇത് എയ്തർ പോലെയൊക്കെ ഇരിക്കും, പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിനെ കുറച്ച് സൈസ് കൂടുതലാണ് എയ്തർ വെച്ച് നോക്കുമ്പോൾ. ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുമ്പോൾ ഈ വണ്ടി ഒരു മാരക വണ്ടിയാണ്. അതായത് ഭയങ്കര വലുപ്പമാണ് ഈ വണ്ടിക്ക്. സോ നമ്മൾ ലൊക്കേഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. ഇത് നമ്മുടെ ചെങ്ങന്നൂർ അടുത്തുള്ള നീർവിളാകം എന്ന് പറയുന്ന സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് താറാവും കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഏകദേശം 400 കിലോമീറ്റർ ആണ് ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത്. പിന്നെ സിമ്പിൾ 1 അൾട്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണിത്. അതുകൊണ്ട് ഈ ഒരു വേരിയൻറ്റിന് ഈ ഒരൊറ്റ കളർ മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു റേഞ്ച് ടെസ്റ്റും പിന്നെ ചാർജിങ് ടൈം എത്ര എടുക്കുന്നൊക്കെയുള്ള വീഡിയോസ് ഞാൻ പുറകെ ചെയ്യുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഏകദേശം 2,71,000 രൂപയോളം വരുന്നുണ്ട്. 2.25 ലക്ഷം രൂപയുടെ ഒരു സ്കൂട്ടർ ആണ്. 400 കിലോമീറ്റർ റേഞ്ച് കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത്. നമുക്ക് എന്തായാലും പ്രോപ്പറായിട്ട് ഇതിൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഇപ്പം ജസ്റ്റ് ഒരു വോക്ക് അറൗണ്ട് വീഡിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ചാർജിങ് പോർട്ട് ഫ്രണ്ട് സൈഡിലാണ് വരുന്നത്. നമ്മുടെ ഓലയുടെയും അൾട്രാ വയലറ്റിൻ്റെയും ഒക്കെ ഈ സെയിം ചാർജിങ് ഗണ്ണ് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ കീ ഇവിടെ വരുന്നുണ്ട്. കീ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ കാണിക്കും. നമ്മുടെ ഓല പോലെ പാസ്വേഡ് അടിച്ചിട്ടല്ല ഈ വാഹനം നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ വലിയൊരു സീറ്റാണ്. പിന്നെ ഈ സീറ്റിന് ചെറിയൊരു കട്ടിങ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈഡ് ചെയ്യുന്ന ആൾക്ക് ഇവിടെ ഇരുന്ന് പോകാം. പക്ഷെ അതെനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം ഞാൻ കുറച്ച് ഇങ്ങോട്ട് കയറിയിരിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു സ്ലോപ്പിലായിട്ട് ഇരിക്കുന്ന ഫീലാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഈ കറക്റ്റ് ഈ ഒരു വെട്ടിരിക്കുവാണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുന്നോട്ടിറങ്ങിയിരിക്കുന്ന പോലെ ആയിരിക്കും. ഞാൻ 6 ഫീറ്റ് ആണ്. സോ അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നത്. പിന്നെ നമ്മുടെ ഈ സൈഡിലോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സാരി കാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് ഡ്രൈവ് ആണ് വാഹനം വരുന്നത്. പിന്നെ ഈ സ്റ്റാൻഡിന്റെ ഒരു കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ ഒരു സ്റ്റാൻഡ് ഇത് പോയിന്റഡ് ആണ്. പോയിന്റഡ് ആകുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരു കോൺക്രീറ്റ് സർഫസിലാണ് വെച്ചേക്കുന്നത്. നമ്മളൊരു മണ്ണ് അല്ലെങ്കിൽ ചെളിയുള്ള സ്ഥലത്ത് വെക്കുമ്പോൾ ചിലപ്പം വണ്ടി താഴ്ന്ന് മറിഞ്ഞു വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വിത്ത് ABS ആണ് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. പിന്നെ റിയറിലും നമുക്ക് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. റിയർ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ റിയർ ലുക്ക് വരുന്നത്. ഏകദേശം നമ്മുടെ എയ്തർ പോലെ തന്നെ ഇരിക്കും ഈ വാഹനം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ വാഹനം കുറച്ചുകൂടെ വലിപ്പം കൂടിയ വാഹനമാണ്. പിന്നെ പുറകിൽ നിന്ന് ചള്ള വലുതായിട്ട് തെറിക്കുന്നില്ല. എയ്തർ പോലെ ചള്ള വലുതായിട്ട് നമ്മുടെ ബാഗിലൂടെ തെറിക്കത്തില്ല. പിന്നെ നമുക്ക് അലോയ് വീൽസ് ആണ് വരുന്നത്. ബാഗ് ഞാൻ പറഞ്ഞല്ലോ ഡിസ്ക് ബ്രേക്സ് ആണ്. പിന്നെ ഫ്രണ്ട് പോർഷൻ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2 DRLs വരുന്നുണ്ട്. പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ആണ് നമുക്ക് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് ഈ സൈഡിലാണ് വരുന്നത്. ഈ 2 സൈഡിലാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. പിന്നെ കംഫർട്ടിന്റെ കാര്യം പറയുമ്പോൾ ഈ വാഹനം അത്യാവശ്യം കുഴിയിലൊന്നും ചാടി കഴിഞ്ഞാൽ വലുതായിട്ട് അറിയത്തൊന്നുമില്ല കേട്ടോ. കാരണം ഞാൻ ഇലക്ട്രിക് സ്കൂട്ടർ യൂസ് ചെയ്യുന്ന ഒരാളാണ്. കമ്പാരിറ്റീവ്ലി ഈ ഒല വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഏതർ വെച്ച് നോക്കുമ്പോഴും ഇതിന്റെ സസ്പെൻഷൻസ് അടിപൊളിയായിട്ട് പണിയെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനത് കോട്ടയത്താണ് ടെസ്റ്റ് ഡ്രൈവിന് പോയത്. നമ്മുടെ വണ്ടി കോട്ടയത്ത് നിന്ന് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് ടെസ്റ്റ് ഡ്രൈവിന് പോയപ്പോൾ അവിടെ ഒരു ട്രാക്കിൽ ഓടിച്ചായിരുന്നു. അതായത് ഓരോ ഓഫ് റോഡ് പോലത്തെ ഒരു മണ്ണിട്ട വഴി കൂടെ ഓടിച്ചായിരുന്നു. വണ്ടിക്ക് ഭയങ്കര കംഫർട്ടാണ് ഫീൽ ചെയ്തത്. കാരണം നമുക്ക് സ്പീഡിൽ കൊണ്ട് ചാടിച്ചാലും ഒന്നും വലുതായിട്ട് വണ്ടി അറിയാനൊന്നുമില്ല. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ABS. ബ്രേക്സ് ഒക്കെ ഭയങ്കര സ്മൂത്ത് ആട്ടോ. പിന്നെ നമ്മൾ താക്കോൽ ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിസ്പ്ലേയിൽ വരുന്നത്. ഇവിടെ ഒരു കിൽ സ്വിച്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് അസാർട്ട് ലൈറ്റ് ഉണ്ട്. അസാർട്ട് ലൈറ്റ് ഞാൻ കത്തിച്ചിട്ട് ഇതാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ കത്തുമ്പോൾ ഉള്ള ഒരു അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇതൊരു ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചാണ് ഈ വരുന്നത്. ഇവിടെ തന്നെയാണ് റിവേഴ്സ് വരുന്നത്. ഇത് നമുക്ക് റൈഡ് മോഡ് ചേഞ്ച് ചെയ്യാനെ കൊണ്ടുള്ള സ്വിച്ചസ് ആണ്. ഈ വാഹനത്തിന് നിലവിൽ 7 റൈഡിംഗ് മോഡ്സ് ആണുള്ളത്. ഇപ്പം നിലവിൽ എക്കോ പ്ലസിലാണ്. അവിടുന്ന് നമുക്ക് എക്കോയിലേക്ക് മാറ്റാൻ പറ്റും. എക്കോ കഴിഞ്ഞ് റൈഡ് മോഡുണ്ട്. റൈഡ് മോഡ് കഴിഞ്ഞ് എയർ മോഡുണ്ട്. എയർ മോഡിന് ശേഷം സോണിക് മോഡുണ്ട്. പിന്നെ സോണിക് പ്ലസ് മോഡുണ്ട്. ഇപ്പോൾ ചാർജ് 40% ആയതുകൊണ്ട് നമുക്ക് സോണിക് മോഡും സോണിക് പ്ലസ് മോഡും എൻഗേജ് ആവത്തില്ല. 41% തൊട്ട് അങ്ങോട്ടേ ഈ 2 മോഡ്സും എൻഗേജ് ആവുകയുള്ളൂ. നമുക്ക് ഓല അല്ല ഏതർ പോലെ നമുക്ക് വണ്ടി ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് റൈഡ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ത്രോട്ടിലൊന്ന് റിലീസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് റൈഡ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഒരു 6 kW ബാറ്ററിയാണ് വരുന്നത്. 2 ബാറ്ററിയാണ് ഈ വാഹനത്തിന് വരുന്നത്. ഒരെണ്ണം നമ്മുടെ ഫുട് ബോർഡിലും ഒരെണ്ണം ഈ സീറ്റിൻ്റെ ഉള്ളിലുമാണ്. അത് റിമൂവബിൾ അല്ല. മുന്നേ സിമ്പിൾ ഇറക്കിയ ബാറ്ററീസ് ഒക്കെ റിമൂവബിൾ ആയിരുന്നു. ഇവിടെ നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതായത് ബൂട്ട് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാറ്ററി റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇവിടെയാണ്
ഒരു ബാറ്ററി ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. നേരത്തെ ബാറ്ററി ഇവിടെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതിൻ്റെ നിലവിൽ റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അതിൽ നമുക്ക് ഒരു ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. 35 ലിറ്റേഴ്സ് എന്തോ ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ബൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു USB ടൈപ്പ് ചാർജിങ് പോർട്ടൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു സാധനങ്ങളൊക്കെ ഹുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഹുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഫിംഗർ പ്രിന്റിൻ്റെ ഒന്നും അല്ല കേട്ടോ. ലൈറ്റ് മാറുമ്പോൾ ഇത് ഓട്ടോ ഡിം ആവാനെ കൊണ്ടുള്ള ഒരു സെൻസറാണ്. പിന്നെ ഈ ഒരു സൈഡ് മിറേഴ്സ് ഒക്കെ കാണാൻ വേറൊരു വെറൈറ്റി ലുക്കാണ്. ഓവറോൾ ഈ വണ്ടിയുടെ അപ്പിയറൻസ് മൊത്തത്തിൽ ഒരു അടിപൊളി ലുക്കാണ്. ഭയങ്കര ഒരു സ്പോർട്ടി ലുക്കൊക്കെയാണ് ഈ വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ പുറകെ ഇടുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ബാക്കി ടെസ്റ്റും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നുണ്ടായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്.